ഹലോ ഫ്രണ്ട്സ്, PSC സ്ട്രൈക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി. പോമോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി. ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഫ്താൽമോളജി. ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഹൈപ്നോളജി. ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹൈപ്നോളജി. സ്വപ്നത്തെക്കുറിച്ചുള്ള പഠനം ഒനീരിയോളജി. സ്വപ്നത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒനീരിയോളജി. ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെർപ്പറ്റോളജി. ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെർപ്പറ്റോളജി. മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആന്ത്രോപോളജി. മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. മഞ്ഞിനെക്കുറിച്ചുള്ള പഠനം നിഫോളജി. നിഫോളജി അറിയപ്പെടുന്നത് മഞ്ഞിനെക്കുറിച്ചുള്ള പഠനമാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി എന്ന് അറിയപ്പെടുന്നത്. വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രഫി. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി എന്നറിയപ്പെടുന്നു. കൈയക്ഷരത്തെക്കുറിച്ചുള്ള പഠനമാണ് കാലിയോഗ്രഫി. കൈയക്ഷരത്തെക്കുറിച്ചുള്ള പഠനമാണ് കാലിയോഗ്രഫി. പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം കാലിയോളജി. കാലിയോളജി അറിയപ്പെടുന്നത് പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനമാണ്. ചിരിയെക്കുറിച്ചുള്ള പഠനം ജിലാറ്റോളജി. ചിരിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ജിലാറ്റോളജി എന്നാണ്. കൈകളെക്കുറിച്ചുള്ള പഠനം ചിറോളജി. കൈകളെക്കുറിച്ചുള്ള പഠനമാണ് ചിറോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി. ഇലക്ഷനെക്കുറിച്ചുള്ള പഠനമാണ് സെഫോളജി. സെഫോളജി അറിയപ്പെടുന്നത് ഇലക്ഷനെക്കുറിച്ചുള്ള പഠനമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്